എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഡിസംബർ മാസമാണ്, ക്രിസ്മസ് ആണ്. എല്ലാ വർഷവും ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. ആഘോഷമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ മിലോ പോയിട്ട് ഇന്ന് ഇപ്പം 3ാമത്തെ മാസം ആയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ വർഷവും ട്രീ വെക്കാറുണ്ട്, സ്റ്റാർ ഇടാറുണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീത്ത് വെക്കാറുണ്ട്. ആ ഒരു ഇത് നമ്മൾ ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഡിസംബർ 1 ഞായറാഴ്ചയാണ്. പിന്നെ പള്ളിയിൽ പോകണം. അപ്പോൾ എല്ലാം കൂടെ ചിലപ്പോൾ ഇന്ന് പറ്റിയെന്നല്ല, ചിലപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്യും. സോ ക്രിസ്മസ് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ബിക്കോസ് കുറേ ലൈറ്റ്നിങ് ഒക്കെ ഉള്ള ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എല്ലായിടത്തും എവിടെ ചെന്നാലും ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ കത്തി തിളങ്ങി നിൽക്കുന്നു. കാണാനും നല്ല രസമാണ്. പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനും കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് മുടങ്ങാതെ സ്റ്റാർസൊക്കെ ഇടാറുണ്ട്. അതുപോലെ ഹീട്രി പപ്പ മരിച്ചതിന് ശേഷം കുറേ കാലം ഇല്ലായിരുന്നു അല്ലേ? പപ്പ മരിച്ചതിന് ശേഷം കുറേ കാലം ഇല്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ കുറേ വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 8 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഒരു ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. എല്ലാ വർഷവും കാണിക്കുന്ന സെയിം ക്രിസ്മസ് ട്രീ. ഇതെനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 വർഷം അല്ലേ? 4 വർഷമായിട്ടുണ്ടാവും, 3-4 വർഷമായിട്ടുണ്ടാവും നമ്മുടെ ഈ ട്രീ. ഞാനത് മാക്സിമം യൂസ് ചെയ്തിട്ട് ഞാൻ കളയത്തുള്ളൂ. അതിപ്പോൾ ഓൾറെഡി ചാവാനായി, എന്നാലും ഇനിയും കുറച്ചുകൂടെ യൂസ് ചെയ്തിട്ട് അത് കളയത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മുടെ ക്രിസ്മസ് റീത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പം ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വാങ്ങിച്ചിട്ടില്ല. ഉണ്ടോ? ശരിയാണ്. അപ്പം അതുണ്ട്. അപ്പം പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ ബാൽക്കണിയിൽ ഇതിലെല്ലാ വർഷവും ഞങ്ങളുടെ അവിടെ ഉണ്ടാകും ബാൽക്കണി. അപ്പം ബാൽക്കണിയിൽ അതിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇതാണ് സ്റ്റാർ ഓഫ് ദി ഡേ. ഈ സ്റ്റാർ കുറച്ചായി, ഒരു 2 വർഷമായി. പിന്നെ ഇതിനകത്താണ് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ അമ്മേ? ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇതവിടെ ഒട്ടിച്ച് സ്റ്റാർ പുറത്ത് തൂക്കി ഇതൊക്കെ മാലകൾക്കൊക്കെ ഇടണം. 6 മണിക്ക് കുർബാനയുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം സ്റ്റാർ തൂക്കിയിട്ട് ഈ മാല ബൾബും കൂടെ ഇട്ടിട്ട് പിന്നെ ടൈം ഉണ്ടെങ്കിൽ ഈ റീത്തും കൂടെ വെച്ചിട്ട് ഞങ്ങൾ പോകും. ബാക്കി വന്നിട്ട് ട്രീ രാത്രിയിലേ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതൊന്ന് കണക്ട് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതേ ഞങ്ങളുടെ സ്റ്റാറും LED ലൈറ്റ്സും ഒക്കെ സെറ്റായിട്ട് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. കേടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. സോ ഇനി നമുക്ക് അവിടെ കൊണ്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിതേ സെറ്റൊക്കെ തുറന്നു. ഇതിപ്പോൾ സെറ്റ് ചെയ്യണം. എനിക്കൊന്ന് അത് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാക്കാം. ഈ നമ്മുടെ സാധനങ്ങൾ ഇതാട്ടോ. എന്ത് രസമല്ലേ? ഈ വർഷം പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇനി വാങ്ങുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് വെറുതെ നമ്മൾക്ക് മേനക വരെയൊക്കെ പോകുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും പർച്ചേസിന് പോകുമ്പോൾ കാണാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ആക്കാം ബാക്കി. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് സ്റ്റാർ തൂക്കാം. സമയം 5:30 ആയതുള്ളൂ. 5:45 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റാർ തൂക്കാൻ പോകാം. ആള് കെട്ടുപടഞ്ഞിരിക്കണം. ഇരുട്ടായി തുടങ്ങി. രാത്രി ഓക്കെ, നീ നിൽക്കുന്നുണ്ടാണേലും വെട്ടമില്ല, കുറവാ. എന്നാൽ ഇവിടെ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടമുണ്ടോ? പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പൊ ഈ സ്റ്റാർ നമുക്ക് ഇവിടെ തൂക്കണം. ആ സ്റ്റാർ തൂക്കണമെങ്കിൽ ഇവിടെ പുറത്തൊന്നും ഇല്ല. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ആകെയുള്ള ഓപ്ഷൻ അകത്തുനിന്ന് കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കണക്ഷൻ എടുക്കാം അല്ലേ? ഇപ്പൊ തൽക്കാലം നമുക്കേ ഈ
എനിക്ക് അങ്ങ് മുകളിലെത്തൂല. അപ്പൊ ഈ ഡ്രീം ക്യാച്ചറിന്റെ മുകളിൽ ഇവിടെ കിടക്കട്ടെ. അപ്പൊ അങ്ങനെ വരുന്നവർക്കൊക്കെ കാണാൻ പറ്റുമല്ലോ ലൈറ്റ്. അപ്പൊ ഇട്ടേ കുത്തിയിട്ട് ഇതിനകത്ത് ഇടാൻ പോവാണ്. നമ്മുടെ വയറുകളൊക്കെ ഇനി വാങ്ങിക്കണം. അപ്പൊ അത് വേറെ നോക്കണം. പോകൂലായിരിക്കും അല്ലേ അമ്മേ? നോക്കാം. ചുറ്റിയല്ലേ ഇട്ടിരിക്കുന്ന അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ആണുങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ വയറിന് കണക്ഷൻ കൊടുക്കാറുണ്ട്. എനിക്ക് അറിയത്തില്ല കണക്ഷൻ കൊടുക്കാൻ. സോ അതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഈ ഡ്രീം ക്യാച്ചർ ആയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ആടും. അത് സാരമില്ലടി, അങ്ങനെ നിൽക്കിയാലോ എന്താണേലും. ഓക്കെ, കാറ്റും ഉള്ളതല്ലേ. ഇനി മറ്റേ പോലെ എടുത്തേന്ന്. പെട്ടെന്ന് മാല ബൾബും കൂടെ തൂക്കിയേക്കാം കേട്ടോ. ഇതും പഴയതാണേ. ഈ മാല ബൾബും കൂടെ തൂക്കിയിട്ട് ഫുള്ളായിട്ട് തൂക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു ബൾബും കൂടി ഉണ്ട്, അത് അകത്തായിരിക്കണത്. അത് രാത്രി വന്നിട്ട് പള്ളിയിൽ പോയി വന്നിട്ട് ആ ബൾബ് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഫുള്ള് ചുറ്റാനുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചുറ്റി ഇട്ടിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റില്ലല്ലോ എത്രത്തോളം ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ടാകും എന്നുള്ളത്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് മാല ബൾബ് വാങ്ങിച്ചിട്ട് ഒരു 2 വർഷം 3 വർഷമായി ഉണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു ലൈറ്റ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് കുറച്ചായതേ ഉള്ളൂ. താഴെ നിറച്ചും ചെടി ഉള്ളത് കൊണ്ട് എനിക്കവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചുറ്റാൻ പറ്റുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ചുറ്റാം. ഇനിയിപ്പോൾ ചെടിയൊക്കെ എടുത്ത് മാറ്റി വരുമ്പോഴത്തേക്കും സമയവും പോകും, എനിക്ക് എടുത്ത് പൊക്കാനുള്ള ആവതുമില്ല. അതുകൊണ്ട് അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം ചുറ്റി കഴിഞ്ഞ് ഫുൾ ഫൈനൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ബാലൻസ് ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ചുറ്റിയിടാം. ബാക്കി ഫുള്ള് ലൈറ്റ് ആയിട്ട് നിലത്തല്ലേ ഇരിക്കുന്നത്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ. രാത്രിയിലായിരിക്കും കാണാൻ നല്ല രസം. ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ലൈറ്റ്സ് ഫുൾ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ലൈറ്റായി. ഇത് നമ്മുടെ സ്റ്റാർ എടാ സ്റ്റാർ. ഇനിയിപ്പം അയ്യോ 5:48 പള്ളി പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ വീട് കിടന്ന് തിളങ്ങുന്നത് പള്ളിയിലേക്ക് ഇറങ്ങുക. ലേറ്റായി. 6 മണിക്കാ കുർബാന. 5:45 5:45 കഴിഞ്ഞു. പോയി വന്നിട്ട് ബാക്കി നടന്നാട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ പള്ളി, നമുക്കറിയില്ലേ. ഇവിടെ അടുത്ത പള്ളി, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ കോവിഡിന് ശേഷം ഞങ്ങൾക്ക് എന്താണെന്നറിയത്തില്ല, അങ്ങ് കതപ്പാ, നടക്കാനും വയ്യ, ഭയങ്കര കതപ്പാ. വീട്ടിൽ തന്നെ അല്ലേ? ഇതെന്ത് സംഭവം? ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തല്ലോ. ഞാൻ പണ്ടൊരു ദിവസം ഇവിടുന്ന് റീൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഭയങ്കര വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു കേട്ടോ. എന്താമേ സത്യം. അയ്യോ ഞങ്ങൾക്ക് നോമ്പുണ്ട് കേട്ടോ. ഞാനും മമ്മി നോമ്പ് എടുത്തിട്ടുണ്ട്. സത്യം ഒന്നും കഴിക്കാൻ തോന്നില്ല. ഒരിച്ചിരി മീൻ്റെ. അയ്യോ ചക്ക, ചക്ക സത്യം. എനിക്ക് ചക്ക കാണണം ഗൈസ്. ഇതുണ്ടോ എൻ്റെ തലയുടെ മണ്ടയിലേക്ക് കഴിക്കും. ചക്ക. സോറി, ഇന്നത്തെ വിശേഷം ക്രിസ്മസിൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചക്കയും മാങ്ങയും കാണിച്ചുകൊണ്ട് നടക്കും. ഓക്കെ, പള്ളി പോയിട്ട് വരാട്ടെ. ഞങ്ങൾ പള്ളി എത്തി. കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ ആദ്യം ചെമ്പുമുക്കിലായിരുന്നല്ലോ, ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് 6 മാസമായി കാക്കനാടാണ്. അതുകൊണ്ട് ഇവിടെ പള്ളിയിലാണ്. അത് കഴിഞ്ഞു, പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി. അപ്പം നമ്മുടെ സ്റ്റാർ അവിടെ കിടന്ന് തിളങ്ങുകയാണ്. നല്ല രസമുണ്ടല്ലേ. പിന്നെ താഴത്തെ വീട്ടിലേക്ക് സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും സ്റ്റാർ ഇട്ടിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് അച്ഛനും പറയുന്നുണ്ടായിരുന്നു എല്ലാവരും 1-ാം തീയതി തന്നെ മാക്സിമം സ്റ്റാർ ഇടാൻ നോക്കൂ കേട്ടോ എന്നും പറഞ്ഞിട്ട്. നമ്മൾ എല്ലാ ലൈറ്റ്സും, ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു ലൈറ്റ്, ആ ലൈറ്റാണ് കേട്ടോ അത്. മറ്റൊരു ലൈറ്റും കൂടെ എടുത്തിട്ട് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണ് ആ ലൈറ്റ്. സോ ഫുൾ ലൈറ്റ് ഞാനത് സെറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ലൈറ്റ്സിൻ്റെ ഒരു ലൈറ്റ്നിങ് ഉള്ള ഒരു സമയമല്ലേ. സ്റ്റാർ തൂക്കി, ലൈറ്റ്സ് ഒക്കെ തൂക്കി, വാവ്. ഇനി ആകെ നമുക്ക് ട്രീ മാത്രമേ ഉള്ളൂ. ക്രിസ്മസിന്റെ സെലിബ്രേഷൻ, ആദ്യ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നു. ഇപ്പം എല്ലാ വർഷവും ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സമയത്ത് ഇങ്ങനെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പിന്നെ അവിടെ ചെമ്പുമുക്കായിരുന്നപ്പം മുത്തും ഉണ്ടാവാറുണ്ട്, മമ്മിയും ഞാനും. ഞങ്ങൾ 3 പേരും എപ്പോഴും ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. ഇന്നും ഭയങ്കര ഇഷ്ടമായി. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം, നല്ല ലൈറ്റ്സ്. ഇനിയും നമുക്ക് ട്രീയിലേക്ക് പോവാം അല്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഇനി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ രാത്രിയത്തെ. ഇനി ഞാൻ ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ്. ട്രീക്ക് ആദ്യം കാല് വെക്കട്ടെ. മമ്മിയുടെ കൈക്ക് അത്ര ഓക്കെ അല്ല, അതുകൊണ്ട് മമ്മി അധികം
ഇതിനകത്ത് എൻഗേജ്ഡ് ആവില്ല. ലെമി ആ ചെയ്യാം. മമ്മി എവിടെ ഇരുന്നു? അല്ല നിനക്ക് ഓക്കെ. അയ്യോ, അങ്ങനെ കാല് സെറ്റ് ചെയ്ത് ഗൈസ്. മമ്മി ഒരു കാര്യം ചെയ്താൽ മതി. ഇതവിടെ ഇരുന്നോണ്ട് ഇത് വിടർത്തിക്കും. ഞാൻ അപ്പത്തേക്ക് ഇത് വിടർത്താം. ഇടാൻ പറ്റൂ? ആയിട്ടു ഇടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമുക്ക് നമ്മുടെ പഴയ ട്രീ ആണേ, പഴയ ട്രീ ആണ്. അപ്പം മമ്മി അത് അവിടെ ഇട്ടിട്ട് ഒരു മിനിറ്റ് ക്യാമറ കറക്റ്റ് വെച്ചിട്ട് പോകുന്നതാണേ. എന്നാലും കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇതാക്കി വെക്കാം. പള്ളിയിൽ പോയിട്ട് വന്നതാ. അപ്പൊ അച്ഛൻ ഇന്ന് പള്ളിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാ വീട്ടിലും ട്രീ ഒരു ട്രീ എങ്കിലും തൂക്കണം. ട്രീ തൂക്കാനോ? അല്ല, ഞാനത് പറഞ്ഞിട്ടാ ട്രീ എല്ലാ വീട്ടിലും ട്രീ തൂക്കി. അല്ല, എല്ലാ വീട്ടിലും ഒരു സ്റ്റാർ എങ്കിലും വെക്കണം. പിന്നെ ഞാൻ ഇവിടുത്തെ സ്റ്റാർ ഞാനായിരുന്നു. എന്താ ഉണ്ടാക്കാൻ ഒന്നും പറഞ്ഞില്ലേ? തന്നെ പറഞ്ഞേക്കല്ലേ? തന്നെ പറഞ്ഞു ഞാനാണ്. ഞാൻ മിണ്ടാനും പോയില്ല. അമ്മ കേട്ടില്ല. ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ഞാനാ തൂക്കുന്നതെന്നായിരിക്കും പറയാൻ വന്നതെന്നാ ഞാൻ. അതിനിടയ്ക്ക് ഞാൻ ഷോർട്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് 2 രീതിയിലും വീഡിയോസ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. മമ്മി പുറകിൽ സീരിയൽ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. TV ഓണാക്കിയിട്ടിട്ടുണ്ട്. മമ്മിക്ക് ഇന്ന് ഈ സീരിയൽ തീരാൻ പോവുകയാണ്, അതുകൊണ്ട് കാണണമെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസത്തിൽ ഞങ്ങൾ ഈ ട്രീ ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഈ പരിപാടിയും കഴിയും. എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലായിരിക്കും എല്ലാവരും. ഇപ്പം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടും എറണാകുളം ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു. എറണാകുളത്തു നിന്ന് ഒക്കെ കണ്ണൂർക്ക് പോവുമായിരുന്നു. അതിനിടയ്ക്ക് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് നോക്കൂ. ക്രിസ്മസ് അപ്പൂപ്പന അതെടുത്തിങ്ങ് വാ, ഇങ്ങോട്ട് വാ, കൊട്ട എടുത്തോണ്ട് വാ. ട്രീയുടെ മുകളിൽ വയ്ക്കണ്ടേ? അപ്പം ഞങ്ങൾ ഇനി ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഘട്ടമ. അല്ല, ആദ്യം ഏറ്റവും ടോപ്പിൽ സ്റ്റാർ ഇടുക. സ്റ്റാർ ഇട്ടോ. ഞാനിതിവിടെ വെച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, സ്റ്റാറാണ് ഏറ്റവും മുകളിൽ ഇരിക്കേണ്ടത്. നമ്മുടെ കൊട്ടയിൽ ഈ അത്രയും സാധനങ്ങൾ നമ്മുടെ കൊട്ടയിലുണ്ട്. ഈ സാധനങ്ങൾ മൊത്തം നമ്മളിനി ഇതിൽ പിടിപ്പിക്കുക. പറഞ്ഞു വന്നത്, എറണാകുളത്ത് നിന്ന് നമ്മൾ കണ്ണൂർക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഒരു അങ്കിളുടെ വീടുണ്ട്, അവിടേക്കാണെങ്കിലും പോകുമായിരുന്നു. എന്നിട്ട് ക്രിസ്മസിൻ്റെ ആ സമയത്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. അത് നമ്മൾ വാങ്ങുകയല്ല ചെയ്യുന്നത്, എല്ലാം ഈ പുല്ലൊക്കെ പറിച്ച് കച്ചി എന്ന് പറയും, കച്ചി പറിച്ച് വന്ന് ഉണ്ടാക്കി. ക്രിസ്മസൊക്കെ ആകുന്ന സമയത്ത് തലേദിവസം കരോളിനൊക്കെ പോകും. കരോളൊക്കെ കൂടി പള്ളിയിലൊക്കെ പാതിര കുർബാനയ്ക്കൊക്കെ പോയി. അയ്യോ നല്ല രസമാണ്. കസിൻസ് എല്ലാവരും ഉണ്ടാവും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ബിയറൊക്കെ അടിച്ച് സെറ്റാണ്. അങ്കിൾമാരും ആൻറ്റിമാരും ചേച്ചിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അതൊരു കാലം. അതൊക്കെ ഓർമ്മയിലായി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മാത്രമായി, ഞാനും മമ്മിയും മാത്രമേ. ചേട്ടൻ വരുമായിരിക്കും, അവനും കൂടെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളുടെ ട്രീ ഇവിടെ റെഡി ആയിരിക്കണോ അല്ലേ? ഒന്ന് പോസ്റ്റ് ചെയ്തല്ലേ, നമുക്കൊരു ഫോട്ടോ ഇതിനകത്ത് എടുക്കാം. തമിഴ്നാട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഞങ്ങൾ കഠിനമായ 2 മണിക്കൂറത്തെ 10 മിനിറ്റത്തെ പ്രയത്നം. ഈ പ്രാവശ്യം കുറച്ചേ ഉള്ളായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫുൾ ഇതിനകത്തുള്ള സാധനങ്ങൾ മൊത്തവും ഞങ്ങൾ കളയും. അടുത്ത വർഷം പുതിയത് വാങ്ങും. ട്രീ കളയുന്നില്ല കേട്ടോ, ഇത് ഫുൾ കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കും. പിന്നെ മമ്മി ബിസിയാണ്. സീരിയൽ സുഗമോദേവി ഉണ്ടെന്ന് പെട്ടെന്നാക്കാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ട്രീ ഇഷ്ടപ്പെട്ടോ? പുറത്ത് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് അതിനകത്ത് കുറച്ച് ബൾബ് ലൈറ്റ്സ് കൊണ്ട് ചുറ്റണം. സോ ഫൈനലി ഞങ്ങളുടെ ട്രീ റെഡിയായി. ഞങ്ങളിപ്പോൾ ആ പുറത്ത് തൂക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എടുത്തോ മീ. ഓക്കെ, ലൈറ്റ് ഇടാൻ
അങ്ങനെ ഫൈനൽ പ്രെപ്പാണ് ഇത്. ഇപ്പം ബാൽക്കണിയിൽ കൊണ്ടുവന്നിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, രാവിലെ തൊട്ട് മഴയായിരുന്നു, എല്ലായിടത്തും മഴയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ബാലൻസ് വന്നിട്ടുള്ള പിന്നെ ലൈറ്റ്സ് നമുക്ക് ഈ ട്രീയിലേക്ക് എടുത്ത് ചുറ്റാം. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ചേ ഉള്ളൂ, ട്രീയിൽ കുറച്ച് ഇത് മാത്രമേ ചുറ്റുന്നുള്ളൂ കേട്ടോ. മാല ബൾബ് മാത്രമേ ചുറ്റുന്നുള്ളൂ. എൻ്റെ വെള്ളിയൊക്കെ അടിക്കണേ ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ വാങ്ങിക്കുന്നില്ല, അടുത്ത വർഷം ഇനി ഞാൻ എല്ലാം വാങ്ങിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഈ പ്രാവശ്യം കൂടെ ഒന്ന് പർച്ചേസിന് പോകുമായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട് ബ്രോഡ്വേയിൽ. അത് അടിപൊളി, കാണാൻ അടിപൊളി ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ലൈറ്റ്സ് ഒക്കെ ചുറ്റി. ഇനിയിപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പം എന്നും രാത്രി ഒരു 12 മണി വരെ ഞാൻ ഈ ലൈറ്റ്സ് ഒക്കെ. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആൻഡ് ക്രിസ്മസ് സ്റ്റാർസ് ആൻഡ് ലൈറ്റ്സ് ഇവിടെ അടിപൊളിയാക്കി ഞങ്ങൾ സെറ്റ് ചെയ്തു. ഇനി ആകെ ഒറ്റ പണിയും കൂടെ ഉള്ളൂ, ഫ്രണ്ടിലെ റീത്തും കൂടെ തൂക്കാനുള്ളൂ. സോ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇനി ആകെ 25 ദിവസം കൂടി. ഞങ്ങൾക്ക് നോമ്പാണ്, ഞാൻ നേരത്തെ പോയപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. 25 ദിവസം, ഇനി 24 ദിവസം നോമ്പിലായിരിക്കും ഞാനും മമ്മിയും നോമ്പിലാണ്. അത് കഴിഞ്ഞ് ക്രിസ്മസ്, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പുതിയ ഡ്രസ്സ് ഇടണം, നോമ്പ് തുറക്കണം, പിന്നെ എവിടെയെങ്കിലൊക്കെ പോകണം, പള്ളികളിൽ പോകണം. പിന്നെ ഇവിടെ എറണാകുളത്ത് കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സോ ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഗൈസ്? ചെറിയ രീതിയിലാണ് ട്രീ ഒരുക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഈ നോർമലി ഇതൊക്കെ നല്ല മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ചെറുതായിട്ട് തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ലൈറ്റും പിന്നെ നമ്മുടെ പുറത്തത്തെ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിലെ ലൈറ്റുകളും വണ്ടി പോകുന്ന ലൈറ്റ്സും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഒരു കല്യാണ വീട് പോലെയൊക്കെ തന്നെ തോന്നുന്നു എനിക്ക്. സൂപ്പർ. അപ്പോൾ ഇനി ക്രിസ്മസിന് 23-24 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. സ്റ്റാറൊക്കെ മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? മടുത്തു. ഫൈനലി ഫുള്ള് തൂക്കിയിട്ടുണ്ട്. ഇനി റീത്ത് അവിടെ വെക്കണം. ഓ, ഈ മമ്മി ഓരോ സാധനങ്ങളും കൊണ്ട് വരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഇതിന് റീത്തെന്ന് തോന്നുന്നു പറയുന്നത്, ഞാൻ റീത്തെന്നാ പറയണേ. അപ്പോൾ നമുക്ക് ഈ ഒരു റീത്ത് ഞാൻ എൻ്റെ ഡോറിൽ വെക്കാൻ പോവാണ്. പക്ഷേ ഞങ്ങളുടെ ഡോറിൽ വെൽക്കം ഹോം ഉണ്ട്, ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ്. വെൽക്കം നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ക്രിസ്മസ് അല്ലേ, അത് കഴിഞ്ഞിട്ട് മെറി ക്രിസ്മസ് വെക്കുക. മെറി ക്രിസ്മസ്. സോ നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം ഇതിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ക്രിസ്മസ് ഒരുക്കങ്ങളാണ്, അതായത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്തതെന്നുള്ളതായിരുന്നു. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. നല്ല നോമ്പ് കാലമൊക്കെ നന്നായിട്ടിരിക്കട്ടെ, ക്രിസ്മസ് കാലം ലൈറ്റ്സിൻ്റെ ഒക്കെ കാലം നന്നായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.